നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 വർഷമായി കോമയിൽ കഴിയുന്ന സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരനെ പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ രാജകുമാരൻ ഉണർന്നു. ഇപ്പോഴിതാ ഇത്തരമൊരു സംശയവും അല്ലെങ്കിൽ ഇത്തരമൊരു ഞെട്ടലും ഉളവാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹം ഉണർന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് വഴിതിരിച്ചിരിക്കുന്നത്. ഉറങ്ങുന്ന രാജകുമാരൻ ഉണർന്നു എന്നടക്കമുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ഉണർന്നെഴുന്നേറ്റെന്ന പേരിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് വ്യാജ വീഡിയോയാണ്. രാജകുമാരന് 36 വയസ്സ് തികഞ്ഞതിന് പിന്നാലെയാണ് വ്യാജ പ്രചാരണം ശക്തമായത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ സൗദി രാജകുമാരന്റേതല്ല. പ്രമുഖ സൗദി വ്യവസായിയും മോട്ടോർ സ്പോർട്സ് താരവുമായ യസീദ് മുഹമ്മദ് അൽ രാജ്ഹിയുടേതാണ് പ്രചരിക്കുന്ന വീഡിയോ. എക്സിൽ വന്ന 20 വർഷം മുൻപ് അപകടത്തിൽപ്പെട്ട കോമയിലായിരുന്ന സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ഒരിക്കലും പ്രതീക്ഷ കൈവിടാത്ത പിതാവിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു എന്ന പോസ്റ്റാണ് മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായി പ്രചരിച്ചത്. അപകടത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ശേഷം ആളുകളെ കണ്ടുമുട്ടുന്ന ശതകോടീശ്വരനായ യസീദ് മുഹമ്മദ് അൽ രാജ്ഹിയുടേതാണ് പ്രചരിക്കുന്ന വീഡിയോ. അൽ രാജ്ഹിക്കും സഹ ഡ്രൈവർ ഡീമോ ഗോൾഷാക്കിനും അപകടം സംഭവിച്ചതായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബാജ റാലി ടീമായ യസീദ് റേസിംഗ് ഏപ്രിൽ 12 ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അപകടത്തിൽ നിന്ന് അദ്ദേഹം സുഖം പ്രാപിക്കുന്ന വീഡിയോകളിലും സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു. അൽ രാജ്ഹിയുടെ ആശുപത്രിയിലെ രോഗമുക്തിയുടെ ദൃശ്യങ്ങളാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരന്റെ ചിത്രം സഹിതം തെറ്റായ വിവരങ്ങളോടുകൂടി പ്രചരിക്കുന്നത്. അൽ വലീദ് രാജകുമാരന്റെ പിതാവിനോട് ഡോക്ടർമാർ ലൈഫ് സപ്പോർട്ട് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു എങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ ചെറുമകനാണ് ഉറങ്ങുന്ന രാജകുമാരൻ. എന്തായാലും ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചൊക്കെ നമ്മൾ വാദോരാൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പിതാവടക്കം ദിവസവും ഇവിടേക്ക് വരാറുണ്ട്, ആശുപത്രി സന്ദർശിക്കാറൊക്കെയുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം ഉണർന്നിൽ നിന്നും ഉണർന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കാനായി കാത്തിരിക്കുന്നു. പക്ഷേ ഇത്തരം തെറ്റായ വാർത്തകൾ ഒരുപക്ഷെ ആ കുടുംബത്തെ കൂടുതൽ ദുഃഖത്തിലേക്ക് ആഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.